അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹോസ്പിറ്റലിൽ നിന്ന് ആ ആംബുലൻസ് പോയി മറയുമ്പോൾ ഷാമിൽ അത് വിതുമ്പിക്കൊണ്ട് നോക്കി നിന്നു. അതെ, തൻ്റെ ജീവൻ്റെ ജീവനായ താൻ ഒരു കാലത്ത് തൻ്റേതെന്ന് മാത്രമെന്ന് കരുതി സ്നേഹിച്ചിരുന്ന, തൻ്റേതെന്ന് മാത്രമെന്ന് കരുതി വിചാരിച്ചിരുന്ന തൻ്റെ ബുഷീദ പോയി മറയുകയാണ്. പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ കൂടെയായിരുന്നെങ്കിൽ എനിക്ക് ടെൻഷനില്ലായിരുന്നു. എന്നാൽ ഭർത്താവ് അബോധാവസ്ഥയിലാണ്. എന്നാൽ ബുഷിക്ക് കാര്യമായിട്ട് പരിക്കില്ല എങ്കിലും അവൾ ആ നിലയിൽ തന്നെ തുടരുകയുമാണ്. റബ്ബേ, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ തന്നെ ചതികളുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് തിരിച്ചറിയണം. പക്ഷേ എന്നെ അടുക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല. ആ ആംബുലൻസ് നോക്കി വിതുമ്പ് കരയുകയായിരുന്നു അവൻ. എന്നാൽ ഈ സമയം അതാ ഷാമിലിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ഉപ്പ. ഹലോ മോനെ ഷാമിൽ. ആ, എവിടെ കുട്ടി? കുറച്ചേരല്ലേ പോയിട്ട്, കാണുന്നില്ലല്ലോ. എന്തിയപ്പോ ഇന്നേരമായിട്ടും കാണാത്തത്? ആ അത് ഉപ്പ, ഞാൻ മോനെ, പിന്നെ ഇന്ന് കുഞ്ഞോളും മക്കളും വിരുന്ന് പാർക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓലിപ്പോൾ നിന്നിട്ട് കുറേ ആയില്ലേ. അന്നിപ്പോൾ നിക്കാഹിൻ്റെ സമയത്ത് കുറച്ച് നിന്നു എന്നല്ലാതെ. ഉപ്പാൻ്റെ കുട്ടി വരി, ഉപ്പാൻ്റെ കുട്ടിക്ക് വരി, ഓൾക്ക് ഇനി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ. ഉപ്പ, ഞാൻ വരാം. എന്നാൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഷാമിൽ അന്ന് വീട്ടിലേക്ക് പോകുന്നത്. അവന് വീട്ടിലേക്ക് പോകുവാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഈ കാര്യമെല്ലാം അജ്മലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി. പക്ഷേ താൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം മറ്റൊന്നുമല്ല, ശരിക്കും അതാ സിനാനുമായാണ് അതെ അജ്മലിൻ്റെ ഉമ്മാക്ക് ഇപ്പോൾ കൂട്ടുള്ളത്. അതായത് ഒന്നുമല്ല, അവൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ ആംബുലൻസ് യാത്രക്കിടയിൽ അതാ സിനാൻ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, അഷ്മിലിൻ്റെ കാര്യം അതുപോലെ ബുഷിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാരണം എനിക്ക് അത്രക്കും ബന്ധമുള്ളതാണ് ഇവർ രണ്ടുപേരും, അത്രക്കും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ കരുതുന്നത്. അതുമാത്രമല്ല എൻ്റെ പെങ്ങളെപ്പോലെയാണ് ഞാൻ അവളെയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ പേര് പറഞ്ഞ? അജ്മൽ. ആ അജ്മൽ ഇല്ലാത്ത ഒരു അഭാവം വേണ്ട, ഞാൻ അവളുടെ ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തോളാം, നിങ്ങളൊന്നും വിഷമിക്കണ്ട, നിങ്ങളൊന്നും കൊണ്ട് പ്രയാസപ്പെടേണ്ട ഉമ്മ. ശരിക്കും ആ സിനാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അതാ ഉമ്മക്ക് സന്തോഷവും സമാധാനവുമാണ് വന്നത്. മോനെ, അല്ലെങ്കിലും ഞമ്മക്ക് പഠിച്ചവൻ ഓരോ നേരത്തെ ഓരോരുത്തരും ഇറക്കി തരുന്നല്ലേ. ഞാൻ അജ്മലിനെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അജ്മലിനെന്ന് വെച്ചാൽ പെങ്ങളോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ കുട്ടിഞ്ഞിപ്പോൾ അതുമല്ല, അവൾ പ്രഗ്നൻറ്റും ആണ്. ആ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഉമ്മ എന്തിനാണ് നിങ്ങൾ അജ്മലിലേക്ക് വിളിക്കുന്നത്? ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇനി അവനെ വരുത്തണ്ട. എന്തിനാണ് വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കുമോ. കാരണം എനിക്കിപ്പോൾ നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കുവാൻ കഴിയും. ശരിയാണ്, നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ മകളുടെ അവസ്ഥ, മരുമകൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ പോലും അജ്മലിനെ അറിയിക്കണം. നിങ്ങളുടെ ഒരേ ഒരു മകളാണ്, ശരിയാണ്, പൊന്നു പോലെ നോക്കുന്നവളാണ്, ബാപ്പയില്ലാത്ത കുട്ടിയാണ് എന്ന് കരുതിയിട്ട് അജ്മൽ അവളെ നന്നായി നോക്കുന്നതുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഒരിക്കൽ പോലും അവനെ അറിയിച്ച് ബുദ്ധിമുട്ടാക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് എല്ലാം സെറ്റാക്കിക്കോളാം, ഞാൻ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഭയപ്പെടേണ്ട കേട്ടോ. ശരിക്കും അതാ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഉമ്മാക്ക് അല്പം മനസ്സമാധാനം തോന്നി. മോനെ, എന്നിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നീ കഷ്ടപ്പെടുക എന്നൊക്കെ വെച്ചാൽ ഉമ്മ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, ആ കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. അതായത് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൻ്റെ അതിനെക്കുറിച്ച് എനിക്കൊരു ഗൗരവമായൊരു കാര്യം സംസാരിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ മകൻ്റെ നമ്പറൊന്ന് തരിക, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. എനിക്കൊന്ന് സംസാരിക്കണം അവനോട്. മോനെ, ഏതായാലും അന്നെപ്പോലത്തെ ഒരു ഡോക്ടർ കിട്ടിയതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നാലും എൻ്റെ അൻഷിഫിനെ ഇത്രയ്ക്കും നല്ലൊരു കൂട്ടുകാരനുണ്ടല്ലോ, അതന്നെയല്ലേ ഏറ്റവും വലിയൊരു ഹയറായത്. ഏതായാലും മനസ്സൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ഉമ്മ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അവരെ കാര്യമൊക്കെ രക്ഷപ്പെടും കേട്ടോ, അതിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക്
കാര്യമായിട്ട് പ്രശ്നമില്ലാത്ത ബുഷിക്കാണ്. ബുഷിയെ നമുക്ക് ആദ്യം റിക്കവർ ചെയ്ത് എടുക്കണം. എന്നിട്ട് അൻഷിഫിൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ട്സുകളുണ്ട്. അതായത് ആ ലോറിക്കകത്തേക്ക് അവനങ്ങോട്ട് കയറിപ്പോയ രീതിയിലാണ്. ആ ഫോൺ ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നത് ആർക്കറിയാം. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് ആയുസ് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിലേ ഒക്കെ ഒരു പ്രയാസം തന്നെ ആയിരിക്കും. നമുക്ക് പഠിച്ചോനെ മോനെ അങ്ങനെയൊന്നും പറയല്ലേ. കാരണം അവരൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോവുമായിരുന്നു. അതിനിടയ്ക്കല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മോനെ അങ്ങനെയൊന്നും ചിന്തിക്കുക പോയില്ല അമ്മ. ഞാൻ ചിന്തിക്കല്ല. അറിയാം നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ട് എനിക്കറിയാം. കാരണം നിങ്ങളൊരു ഉമ്മയാണ്, ആ സുഖമില്ലാതെ കിടക്കുന്നവരുടെ ഉമ്മയാണ്. എന്നാലും എന്താപ്പോ മറ്റേ അൻഷിഫിൻ്റെ ഉമ്മ വിളിച്ചതും ഇല്ലല്ലോ റബ്ബേ. അറിഞ്ഞിട്ടില്ലേ എന്നാവോ? അവർക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഇവർ രണ്ടുപേരും ടൂറ് പോയതോ അങ്ങനെ എന്തെന്നുള്ള നിലക്ക് ആണല്ലോ ഇവർ രണ്ടുപേരും അവിടുന്ന് തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കൊന്നുമില്ല. എന്നാൽ അതാ മകൻ്റെ ഫോണിലേക്ക് വിളിച്ച കാര്യമൊന്നും സിനാൻ പറയുന്നില്ല. സിനാൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ പാതിരാത്രിയായിട്ടും ആ ഉമ്മാക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതെ, അൻഷിഫിൻ്റെ ഉമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമാണ്. എൻ്റെ കുട്ടികൾ എവിടെയെന്നാവോ, ആ പെണ്ണിനും കൊണ്ട് എവിടേക്കാന്നാവോ പോയത്, എന്ത് ചികിത്സയെന്നാവും, അങ്ങനത്തെ ഒരു ചികിത്സ. അതൊക്കെ ഒരു ദിവസം രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഏത് ആശുപത്രിയിൽ നിന്നാണെങ്കിലും എത്തും. ഇനിയിപ്പോൾ അഡ്മിറ്റ് ആക്കിക്കുകയാണെങ്കിലും തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാൽ ആ സമയം അതാ ആ ഉമ്മ വിളിക്കുന്നു. എന്നാൽ അതാ അൻഷിഫിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു സിനാൻ്റെ കയ്യിൽ നിന്ന്. മോനെ ഫോണതാ ബെല്ലടിക്കുന്നു, മോനെ ഫോൺ എടുക്ക്. എന്നാൽ നൈസായിട്ട് അവനതങ്ങ് ബിസിയാക്കി. അതായത് അത് സൈലൻറ്റിൽ അങ്ങിട്ടു. ഒരിക്കൽ പോലും ഇവരറിയാൻ പാടില്ല ഞാൻ ഇവരോട് പറയുന്നതെന്നും. ശരിക്കും സിനാന് അവിടെ കളികൾ തുടങ്ങിയിരുന്നു. ആ ഉമ്മയോട് പറയണം എന്തായാലും അഡ്മിറ്റാണ്, 4-5 ദിവസം പിടിക്കുമെന്ന് പറയണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ അവരങ്ങ് ആശ്വസിച്ചോളും. അല്ലാഞ്ഞാൽ ഒരു സുഖവും പൊറുതിയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിടണം. അത് വേണ്ട, സംശയം ഉണ്ടാവും. എന്തായാലും വേണ്ടില്ല, ഫോണൊക്കെ എൻ്റെ അടുത്ത് പിടിക്കാൻ തന്നൊക്കെയാണെന്നല്ലേ പറഞ്ഞത്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ വലിയ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലേക്ക് ആ ആംബുലൻസ് കടന്നു ചെല്ലുന്നു. എന്നാൽ അപ്പോഴാണ് സിനാൻ ആശ്വാസമായത്. ഇവിടെ കിട്ടി, ഇവിടെ എത്തിയാൽ നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമേ അല്ല. ഇവിടെ എത്തിയാലേ ഇവിടെ എൻ്റെ കാര്യങ്ങൾ പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക. എന്നാൽ അതാ ആംബുലൻസിൽ നിന്ന് ഡോക്ടർ സിനാൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എല്ലാവരും ബഹുമാന പുരസ്കരം അദ്ദേഹത്തെ സർ ഗുഡ് മോർണിംഗ്, എന്ത് കേസ്? അത് നമുക്ക് വേണ്ടപ്പെട്ടൊരു കേസാണ്, നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ രണ്ടുപേരെയും ഇപ്പോൾ തൽക്കാലം ഒരു റൂമിൽ തന്നെ ഒരു ICUവിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെയ്തേക്കും. കാരണം ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്തേക്കും. എന്ത് സർ പ്രശ്നം? ഒരു ആക്സിഡൻറ്റ് കേസാണ്. അപ്പോൾ ഒരാൾ കോമയിലാണ്, മറ്റാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം ഗ്ലൂക്കോസ് ഇട്ട് കൊടുക്ക്. അങ്ങനെ അതാ സിനാൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർമാരെല്ലാം ഓടി അതിനു വേണ്ടി. പെട്ടെന്നാണ് ഒരു സിസ്റ്റർ ഇത് ബുഷ്റയല്ലേ? അതെ, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. എന്താ സംഭവം അറിയില്ല. എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു കാര്യമില്ലാതെ അതിൽ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും വലിയ ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ വേറെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് ഇവരെ ഇങ്ങോട്ട് റെഫർ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, പിന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കൂട്ടോ. ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും. കാര്യം മറ്റൊന്നുമല്ല, പഠിച്ചോനെ എൻ്റെ കുട്ടികളെ കാര്യം നോക്കാൻ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അതും വലിയ ഹയറ്. എൻ്റെ അജ്മലില്ലാത്തതിൻ്റെ ആ ഒരു അഭാവം ശരിക്കും ഇവിടെ നല്ല രീതിയിൽ അത് നികത്തുന്നത് സിനാനാണ്. എന്നാൽ അവർ രണ്ടുപേരെയും ICUവിലേക്ക് മാറ്റി. ഉമ്മ ഒരു ചായ കുടിക്കുക. മോനെ ഈ സമയം അല്ലുമ്മ, അവരവിടെ കിടക്കുകയാണ്, അവർക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ അതവർ രണ്ടുപേരും ക്യാൻറ്റീനിൽ പോയി. രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിക്കുന്നു. അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഇഷ്ടപ്പെട്ടതെല്ലാം അവൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടേ കഴിച്ചോളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് കരുതിയിട്ട് ഒരിക്കൽ പോലും ഇങ്ങനെ ടയേർഡായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. നമ്മൾ കൂട്ടിരിക്കുന്നവർ നന്നായി കഴിച്ചെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് അവരെ നോക്കാൻ കഴിയുള്ളൂ. അവരൊക്കെയാണ്, അവരൊക്കെ ഓക്കെ ആയി വരും ഉമ്മ. എന്നാലും അത്രയല്ലേ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനത്തെ ആക്സിഡൻറ്റിലൊക്കെ ഒരൊറ്റ ഒന്ന് ബാക്കി ഉണ്ടാവില്ല. ആ കാറിൻ്റെ രൂപം പോലും ഉമ്മ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഫോണിൽ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇങ്ങോട്ട് നോക്കി. ഇത്രമാത്രം ആ കാർ തരിപ്പണമായെങ്കിൽ ഇതിനുള്ളിലുള്ള ആരെങ്കിലും ബാക്കിയുണ്ട് നിങ്ങൾ വിചാരിക്കുമോ? ഇല്ലല്ലോ.
ഇല്ല മോനെ, പഠിച്ചോൻ കാത്തു. ഏതായാലും എൻ്റെ കുട്ടീനോട് എനിക്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അതാ ഒരു ഫോൺ കോൾ വരുന്നു. ആ, മോനാണ് അജ്മൽ. ഹലോ ഉമ്മ, എന്ത് ബുഷിയൊക്കെ സഞ്ചരിച്ച വാഹനത്തിന് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് എന്ത് സംഭവിച്ചത് അവർക്ക്? മോനെ അതൊന്നും പറയണ്ടടാ, അതൊക്കെ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഉമ്മ, എന്താ പറ്റിയത് ബുഷിക്ക്? ബുഷിക്ക് അളിയന് എന്താ പറ്റിയത്? അളിയന് കുറച്ച് സീരിയസ് ആണ്, പക്ഷെ മാറുമെന്നാണ് പറഞ്ഞത്, ടൈം എടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ മോൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അവളിങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഉമ്മ, എന്തുമ്മ പറ്റിയത്? എന്താണ് സംഭവിച്ചത്? എൻ്റെ ബുഷിക്ക് എന്താ പറ്റിയത്? ശരിക്കും അവൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതാ പെട്ടെന്ന് സിനാൻ ഫോൺ വാങ്ങി. ഹലോ, അതെ, ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ കൂടിയാണ്. അവരിപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ഞാനാണ്. ഞാൻ അവൻ്റെ ഫ്രണ്ട് കൂടിയാണ്. എൻ്റെ പേര് സിനാൻ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോ പ്രോബ്ലം, നിങ്ങളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് രീതിയിൽ ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. കുറച്ച് പതിയാണെങ്കിലും നല്ല ഓക്കെ ആയിട്ട് വരും, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. തലക്ക് ചെറുതായിട്ട് ക്ഷതമേറ്റിട്ടുള്ളത് നമ്മളെ അളിയനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ബുഷിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത്. വരണ്ട, ഒരു ആവശ്യമില്ല, ഇവിടെ നോ പ്രോബ്ലം. നിങ്ങൾക്ക് അത്രയും ദൂരത്തുനിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരിക എന്നൊക്കെ വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം ഉമ്മ ഇവിടെ നിന്നോട്ട്, നോ പ്രോബ്ലം. അപ്പം ഞാൻ പറയുന്നത് ഉമ്മ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ വലിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചികിത്സയൊക്കെ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരും, ബുഷിക്കായാലും കാലിനായാലും കൈനൊക്കെയായാലും. അല്ല, നോ പ്രോബ്ലം. ഇപ്പോൾ അടുത്ത് പോയതല്ലേ, നിങ്ങൾ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല. ഓളുടെ കാര്യത്തിൽ ഡോക്ടർ സിനാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. എന്നാൽ അജ്മലിനും അത് വല്ലാത്ത ആശ്വാസമായി. ഒന്ന് വീഡിയോ കോളെങ്കിലും ചെയ്യാം, എനിക്ക് എൻ്റെ കുട്ടീനെ മുഖം ഒന്ന് കാണണമ്മ, എൻ്റെ ബുഷിക്ക് എന്താ അമ്മ പറ്റിയത്? വല്ലാത്ത വിഷമത്തിലായിരുന്നു അജ്മൽ. അവൻ അവിടെ നിൽക്കപ്പൊറുതിയില്ലായിരുന്നു. എന്നാൽ ഹംദ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഇക്ക, എന്ത് പറ്റി? അത് നമ്മൾ ബുഷി അളിയനും കാറിൽ പോകുമ്പോൾ എന്താ ഇക്ക? പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എന്നിട്ട് എന്താ? അല്ല, അവർ ഹോസ്പിറ്റലിലാണെന്ന്. പഠിച്ചോനെ, എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയോ? അളിയന് കുറച്ച് സീരിയസ് എന്നൊക്കെ പറഞ്ഞത്. ബുഷി, എനിക്ക് സമാധാനമല്ല ഹംദ. ഇക്ക, നമുക്ക് പോയാലോ? നമുക്ക് പോയി നോക്കിയാലോ? ഹംദ, ഈ ഒരു അവസരത്തിൽ നീ പോണോ? ഞാൻ പോയിട്ട് വരാം. ഇക്ക, നിങ്ങളങ്ങനെ പറയല്ലേ. അതെ, എനിക്ക് ഇവിടുന്ന് പോകാൻ നിങ്ങൾ ഇല്ലാതെ എനിക്കെൻ്റെ എന്താ? എന്നാൽ പെട്ടെന്ന് അതാ വീണ്ടും ഒരു കോൾ വരുന്നു അതേ നമ്പറിൽ നിന്ന്. ഹലോ, ഇത് സിനാൻ, ഡോക്ടർ സിനാനാണ്. അതായത് നിങ്ങൾ ധൃതി പിടിച്ച് വരുമൊന്നും വേണ്ട കേട്ടോ, ഓക്കെ ആയിട്ടുണ്ട്, ബുഷി ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ, നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല, വരുമൊന്നും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ, എനിക്കൊന്ന് അവളൊന്ന് സംസാരിക്കാൻ. സംസാരിക്കപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ സംസാരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് ഓക്കെ ആകുമ്പോൾ ഒന്നുകൂടെ എണീറ്റിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊന്ന് വിളിക്കാം, ഓക്കെ കേട്ടോ? അല്ല, നോ പ്രോബ്ലം, വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അളിയനാണ് പിന്നെയും കുറച്ചൊരു സീരിയസ്ലി, അത് പിന്നെ റെഡി ആയിക്കോളും, കുറച്ച് ടൈം. പിന്നെ അളിയനെന്ന് വെച്ചാൽ കുറച്ച് കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ. കുഴപ്പമോ? എന്ത് കുഴപ്പം? അതൊക്കെ ഞാൻ പിന്നീട് പറയണ്ട്, അതൊക്കെ ഒരു വലിയ ഇഷ്യൂസാണ്. എന്ത് ഡോക്ടർ നിങ്ങൾ പറയുന്നത്? അതായത് നിങ്ങൾ അളിയനെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ബുഷിയുടെ ദാമ്പത്യ ജീവിതം അത്ര വലിയൊരു സക്സസ് ഒന്നും അല്ലായിരുന്നു. അത് അവർ പോകുന്നത് തന്നെ മറ്റൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അളിയൻ്റെ കുഞ്ഞിനെ തന്നെ ബുഷി പ്രസവിക്കണമെന്ന് ഇല്ലാത്ത ഉറപ്പൊന്നും എനിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനത്തെ സംഭവമേ അല്ല. ശരിക്കും അജ്മൽ ഞെട്ടി. ഡോക്ടറെ, നിങ്ങൾ എന്തേ പറയണത്? അതെ, അങ്ങനെ ആണ്, അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ബുഷി നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും അത് കേട്ട് അജ്മൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഡോക്ടറെ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഒന്ന് കൊടുത്താണ് ഈ ഫോൺ ഉമ്മാൻ്റെ അടുത്ത്. ഇതാ ഉമ്മ. ഹലോ മോനെ. ഉമ്മ, എന്ത് ഞാൻ കേൾക്കുന്നത്? ബുഷിയുടെ ഭർത്താവിന് ശരിക്ക് അവളുമായി എന്താ മോനെ ഈ പറയണത്? ആരെങ്കിലും എന്തേലും പറയണത് വിശ്വസിക്കുക? അല്ലുമ്മ, നമ്മളറിയാത്ത പല രഹസ്യങ്ങളുണ്ട്. എന്തേ? അല്ലേ, അവനക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല അത്രേ. പഠിച്ചോനെ, അതെന്താ?
അവനെന്നോട് ഹോർമോൺ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്, എന്തൊക്കെയാ അറിയില്ല. അപ്പോൾ അവർ തമ്മിൽ ഇതുവരെ ദാമ്പത്യ ജീവൻ നയിച്ചോന്നും പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടേന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലുമ്മ മെല്ലെ പറയും, അതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് അത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അവൾ അസുഖം മാറട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ ഉമ്മ ആകെ തകർന്നു പോവുകയായിരുന്നു. എല്ലാവരോടും എന്തൊരു വീമ്പിളക്കലായിരുന്നു, ഞാൻ എൻ്റെ മരുമകൻ ഡോക്ടറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓനെ കണ്ടാൽ തോന്നുന്നില്ല, നല്ലൊരു ചൊങ്കൻ ഡോക്ടറാണല്ലോ ഓന്. എന്നിട്ടിപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചു. ഇതിപ്പോൾ മോളെന്നോട് പറഞ്ഞില്ല, അങ്ങനെ തന്നെ അവൾ പറയില്ലേ, അല്ലെങ്കിൽ അമ്മായിയോട് പറയില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എന്താ പഠിച്ചോനെ ഇത് ഞാനീ കേൾക്കണത്. എന്നാൽ ഒരു നിമിഷം സിനാൻ, അതാ ഉമ്മ നിങ്ങളെന്താ വിചാരിക്കുന്നത്? അവർ ട്രീറ്റ്മെൻറ്റിന് പോവാന്ന് വെച്ചാൽ എങ്ങോട്ട് പോവാന്ന് നിങ്ങൾ വിചാരിച്ചത്? അതെ, അത് മറ്റൊരാളുടെ കുത്തി വെച്ചിട്ട് അവളെ ഗർഭിണിയാക്കാൻ വേണ്ടി പോവുമായിരുന്നു. പക്ഷെ അതൊരിക്കലും ഉറപ്പില്ല അത് അവൻ്റേതാണെന്ന്, ആരുടെയൊക്കെ ആയിരിക്കാം. അങ്ങനെ അവൻ മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന അവസ്ഥയായിരിക്കും ബുഷിക്കുണ്ടാകുക. ബുഷിക്കുണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും അവൻ്റെ കുഞ്ഞല്ല. അങ്ങനെ ആകുമ്പോൾ ആ കുഞ്ഞിനോട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ബുഷിക്കൊക്കെ ബുഷിൻ്റെ കുഞ്ഞായിരിക്കും. ബുഷിക്ക് ഇനിയിപ്പോൾ ആരുടെയൊക്കെ തന്നെയായാലും അവൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞാണ്. പക്ഷേ ഭർത്താക്കന്മാർ, അതായത് ആണുങ്ങൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെയൊക്കെ ആകുമ്പോൾ അത് അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതിന് പക്ഷേ എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയാൻ പറ്റൂല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ ഇതൊക്കെ ശരിയാക്കി എടുക്കാം. പിന്നെ അങ്ങനത്തെയുള്ള പരിപാടിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അതായത് ഒന്നുമല്ല, അതിപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ലെങ്കിലേ. ശരിക്കും അതാ സിനാൻ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഉമ്മ ആകെ തകർന്നു പോയി. പഠിച്ചവനങ്ങിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെ ആയിരുന്നോ? ഉമ്മ നിങ്ങളൊന്നും കൊണ്ടും ഭയക്കണ്ട, ഞാനുണ്ടാകുമ്പോൾ എന്താ ഉമ്മാക്ക് ഭയത്തിൻ്റെ ആവശ്യം? പിന്നെ അവന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് കരകയറാൻ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ അവനുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ്റെ ഉമ്മാക്കും ഓൻ ഓക്കെയാണ്, പക്ഷെ ഭാര്യക്കൊന്നും ഓനൊരിക്കലും ഓക്കെ അല്ലായിരുന്നു. ഉമ്മ ആകെ തകർന്നു പോവുകയാണ്. ഉമ്മയുടെ കൈകാലുകൾ കുഴയുകയാണ്, ഉമ്മയുടെ കണ്ണുകൾ അടയുകയാണ്. ഉമ്മ എന്തു പറ്റി? അപ്പോഴേക്കും അതാ സിനാൻ ഉമ്മയെ കൈകളിൽ താങ്ങിയെടുക്കുന്നു. ഉമ്മ എന്തു പറ്റി ഉമ്മ? മോനെ, എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ്. ഉമ്മ. അപ്പോഴേക്കും അതാ കുറച്ച് വെള്ളമെടുത്ത് അവൻ മുഖം കഴുകി കൊടുക്കുന്നു. എന്താ ഉമ്മ? അപ്പോഴേക്കും സിനാൻ ഡോക്ടർ അവരെയും താങ്ങിയെടുത്തുകൊണ്ട് അതാ ICUവിലേക്ക് മറ്റൊരു ബെഡിലേക്ക് പ്രവേശിക്കുന്നു. സിസ്റ്റർ പ്ലീസ് ട്രിപ്പ്. അവർക്ക് വേണ്ടിയും ട്രിപ്പ് ഇടുവാൻ വേണ്ടി അതാ പറയുന്നു. എന്നാൽ ആ നിമിഷം തന്നെ സിനാൻ അത് വിചാരിച്ചു, 3 പേർക്കും രക്ഷകനായി ഈ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ മറ്റൊരാൾ? അതെ, അല്ല സർ, ഇതിപ്പോൾ ഇവരുടെ കൂട്ടിരിപ്പുകാർ എല്ലാം ഞാൻ തന്നെ. എന്താ പോരെ? കൂട്ടിരിപ്പിന് വന്ന ഉമ്മയാണ് ബോധം കെട്ട് വീണത്. എന്ത് സാർ, ഇവർക്ക് എന്താ പ്രഷർ കുറഞ്ഞോ? ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോഴൊക്കെ. അത് വല്ലാത്തൊരു തൽക്കാലം ഇത് അവൻ അറിയണ്ട എന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ അപ്പോഴേക്കും ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അജ്മൽ. ഹലോ. ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊടുക്കുമോ? ഉമ്മക്ക് ചെറിയൊരു ക്ഷീണം പറ്റിയിട്ടേ ഉമ്മ അവൻ്റെ ഗ്ലൂക്കോസ് എടുത്ത് ഞാൻ കെടുത്തിയിട്ടുണ്ട്, ഇനിയിപ്പം ഉമ്മയുടെ കിടന്നോട്ടെ. അല്ല, എൻ്റെ ഉമ്മാക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറ്റിയത്? ഒന്നുമില്ല, നോ പ്രോബ്ലം. ഇതിനെക്കുറിച്ച് കേട്ടപ്പോഴേ നിങ്ങൾ ഫോണിലൂടെ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. കേട്ടപ്പോഴേ അത് ചെറിയൊരു ടെൻഷനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ കൈകളിൽ അങ്ങ് തളർന്നു വീണു. ഏതായാലും ഉമ്മാക്ക് ഞാനുണ്ട്, ബുഷിക്ക് ഞാനുണ്ട്, നിങ്ങളുടെ അളിയനായ അൻഷിഫിന് ഞാനുണ്ട്. 3 പേർക്കും ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. വലിയ ഹോസ്പിറ്റല്, ഈ ഹോസ്പിറ്റലിൽ എനിക്ക് പാർട്ട്ണർഷിപ്പുണ്ട്. എന്താ, നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ അജ്മൽ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ, ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ? ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമാണ് വന്നത്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദുഃഖവും. പഠിച്ചോനെ, എന്താ ഇത്? ഉമ്മ ഓക്കെ ആയാൽ മതിയായിരുന്നു. അവൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അജ്മൽ ഇനി എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എന്നാൽ അജ്മൽ നേരെ അതാ ഷാമിലിനെ വിളിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ ഷാമിൽ എനിക്ക് എല്ലാത്തിനും താങ്ങായും തണലായും നിന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു തന്ന എൻ്റെ ഷാമിൽ, എന്തിനേറെ എൻ്റെ ഹംദയെ വരെ എനിക്ക് എത്തിച്ചു തന്ന എൻ്റെ ഷാമിൽ,
അവനോളം വിശ്വാസമുള്ള ആരും എനിക്ക് ഈ ദുനിയാവിലുണ്ടാവില്ലല്ലോ. ഞാൻ ഷാമിലിനെ വിളിക്കട്ടെ. അപ്പോൾ തന്നെ അതാ ഷാമിലിനെ അജ്മൽ സർ വിളിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഷാമിലിൻ്റെ മറുപടി എന്തായിരിക്കും? അജ്മൽ വിളിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.